നല്ല നാടൻ ബീഫ് ബിരിയാണി. കഴിഞ്ഞ ആഴ്ച ഞാനൊരു ബീഫ് ബിരിയാണിന്റെ സ്റ്റോറി ഇട്ടിരുന്നു. അതിനുശേഷം എന്റെ ഇൻബോക്സ് കണ്ടപ്പോൾ മനസ്സിലായി ബീഫ് ബിരിയാണിക്ക് കുറച്ചധികം ഫാൻസ് ഉണ്ടെന്ന്. ഇനി ഞാൻ അധികം വലിച്ചു നീട്ടി പോണില്ല, നമുക്ക് ബീഫ് ബിരിയാണിയിലേക്ക് കിടക്കാം. ഒരു കുക്കറിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് സ്പൈസ് മിക്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കഴുകി വെച്ച അരിന്റെ വെള്ളം എല്ലാം ചോർന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് തീ നല്ല ഹൈയിൽ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. ഞാനിവിടെ 2 കപ്പ് അരി ഇട്ട് കൊടുത്തോണ്ട് 3 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് കുക്കർ അടച്ചു കൊടുത്തിട്ട് ഒരു വിസിലടിച്ച് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ബീഫ് വേവിച്ചെടുക്കാം. ബീഫിലോട്ട് നമ്മൾ അരച്ചു വെച്ച ഇഞ്ചി വെളുത്തുള്ളി മുളകിന്റെ പേസ്റ്റ് കുറച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് മല്ലിയില പുതിനയില ഉപ്പ് മഞ്ഞപ്പൊടി ഗരം മസാല പെപ്പർ പൗഡർ കുറച്ച് വെള്ളം കൂടി പറഞ്ഞിട്ട് വേവിക്കാൻ വെക്കാം. ആ ടൈമിൽ നമുക്ക് ബീഫിന്റെ മസാല ഉണ്ടാക്കാം. ഓയിലേക്ക് ഉള്ളി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ പേസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് തക്കാളി ഇട്ടിട്ട് നല്ലോണം വഴറ്റും. പിന്നെ അതിലേക്ക് പേരിന് മാത്രം മുളക് പൊടിയും മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഗരം മസാല ഇട്ട് കൊടുക്കുക. അതിനുശേഷം യോഗേട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ആ ടൈമിൽ നല്ലൊരു സ്മെല്ല് വരും. എന്നിട്ട് അതിലേക്ക് കുറച്ച് അധികം മല്ലിയില ഇട്ട് കൊടുക്കുക, കുറച്ച് പുതിനയില ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കിയിട്ട് കുറച്ച് വെള്ളം പറഞ്ഞിട്ട് കുറച്ച് നേരം കൂടി അടുപ്പത്ത് വെക്കുക. അപ്പൊ ഈ മസാലയും ബീഫും എല്ലാം കൂടെ മിക്സ് ആയിട്ട് സെറ്റ് ആവും. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച റൈസ് ഇങ്ങനെ ലെയർ ആയിട്ട് ഇട്ട് കൊടുക്കുക. റൈസ് ഇടുക, കുറച്ച് പൊരിച്ചുള്ളി ഇടുക, കുറച്ച് മല്ലിച്ചപ്പ് പുതിന പിന്നെ കുറച്ച് നെയ്യും. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് സിമ്മിൽ വെക്കുക. അതിനുശേഷം തീ ഓഫ് ചെയ്തിട്ട് ഒരു 10-20 മിനിറ്റും കൂടി അതേപോലെ വെക്കുക. നമ്മൾ ബിരിയാണി റെഡിയായി. നമ്മൾ കല്യാണത്തിനൊക്കെ പോയ കഴിക്കുള്ള ബിരിയാണി അതേ സെയിം ടേസ്റ്റ് ആണ് ഇതിന്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഓക്കെ, ബൈ.